കാസർഗോഡ് 11-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2024 മെയ് 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 11-കാരി പിതാവിന്റെ ഉടമസ്ഥയിലുള്ള കടയിൽ ഒറ്റയ്ക്കായിരുന്ന സമയം സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്ന് 2 വർഷം തികയും മുൻപ് തന്നെ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 വർഷമാണ് കഠിന തടവ് ശിക്ഷ. എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? ടോമേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കുന്നു എന്നതാണ് ഇതിലെ പ്രത്യേകത. ഇത് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 മെയ് 3-ന് നടന്ന ഒരു സംഭവമാണ്. ഈ കുട്ടി പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ ഒറ്റയ്ക്കായ സമയത്ത് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഈ കേസിലാണിപ്പോൾ ഈ പ്രതിക്കെതിരെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശിയായ ഇയാൾക്കെതിരെ 5 വർഷം കഠിന തടവും അതോടൊപ്പം 15,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം എന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. സുരേഷ് PM എന്ന് പറയുന്ന ജഡ്ജി, അതായത് വെള്ളിയാഴ്ചയാണ് സമാനമായ ഒരു കേസിൽ 7 വർഷം കഠിന തടവും അതുപോലെ തന്നെ 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ടായത് അമ്പലത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. അത് 9 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടിയെ ഈ അമ്മയോടൊപ്പം പശുവിനെ കെട്ടാൻ പോകുന്നതിനിടയിൽ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസാണത്. ഇതിൽ 7 വർഷം കഠിന തടവും 15,000 രൂപയും ഇതേ ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി തന്നെ ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജഡ്ജി PM സുരേഷ് തന്നെയാണ് ഈ കേസിലും ശിക്ഷ വിധിച്ചത്. എന്തായാലും തുടർച്ചയായി ഇത്തരം കേസുകളിൽ ശിക്ഷകൾ വരുന്നു. മാത്രമല്ല, ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ, അതും 2024 ജൂലൈ 21-ന് നടന്നൊരു സംഭവമാണ്. ഇത്തരം കേസുകളിൽ വളരെ വേഗം തന്നെ ശിക്ഷ ഉറപ്പാക്കുന്നു കോടതി എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. ഇത്തരം കേസുകൾ ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കാൻ ഇവർക്ക് പരമാവധി ശിക്ഷകൾ, കാരണം പ്രത്യേകിച്ച് ഇത്തരം കേസുകളിലെല്ലാം സാക്ഷികളോ മറ്റോ വളരെ ദുർബലമായിരിക്കും. പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളും ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷ വിധിക്കുക. അതുകൊണ്ട് തന്നെ വലിയ കാലയളവിലുള്ള ശിക്ഷ, ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ ശിക്ഷ നൽകുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ, അതായത് A. ഗംഗാധരൻ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ 2 കേസുകളിലും സർക്കാരിന് വേണ്ടി വാദിച്ചിട്ടുണ്ടായത്. ഇത്തരം കേസുകളിൽ വളരെ വേഗം തന്നെ ശിക്ഷ വേണമെന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോക്സോ അതിവേഗ കോടതികൾ സംസ്ഥാനത്തെ ഉടനീളം ആരംഭിച്ചത്. ഇത് 1.5 വർഷത്തിനകം തന്നെ ഈ 2 കേസുകളിലും ശിക്ഷ വന്നിരിക്കുന്നു. ഇനിയും ഇത്തരം നേരത്തെ ഉണ്ടായ 2024-ലും 2025-ലും ഒക്കെ ഉണ്ടായ കേസുകളിലെല്ലാം വളരെ വേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ കോടതികളിൽ നടക്കുന്നുണ്ട്. ഏതായാലും 2 കേസുകളിൽ വലിയ ആശ്വാസം. ഒന്ന് 11 വയസ്സുള്ള പെൺകുട്ടിയാണ്, മറ്റേത് 9 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ വളരെ ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത്തരം കേസുകളിൽ ശിക്ഷ, പ്രതികൾക്കുള്ള ശിക്ഷ വളരെ വേഗത്തിൽ തന്നെ ഉറപ്പുവരുത്തുമെന്നാണ് ഈ 2 കേസുകളും തമ്മിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റു കേസുകളിലുള്ള നടപടികളും അന്തിമഘട്ടത്തിലേക്കാണ് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസുകൾ ഇപ്പോൾ ഏറെ വർദ്ധിക്കുന്നുണ്ട്. അത് സ്വന്തം വീട്ടിലായിക്കോട്ടെ, അതല്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ പ്രതികൾക്ക് ശക്തമായൊരു ശിക്ഷ നടപ്പാക്കി കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാത്ത പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ 5 വർഷം മാത്രമാണ് കഠിന തടവ് ശിക്ഷയുള്ളത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള കുഞ്ഞുങ്ങളോട് പോലും ലൈംഗിക ചൂഷണം കാണിക്കുന്നവർ പുറലോകം കാണാൻ പാടില്ല. അവർ ജയിലിനകത്ത് തന്നെ കിടക്കേണ്ടവരാണ്. കാരണം പുറത്തിറങ്ങിയാലും ഇതേപോലുള്ള ലൈംഗിക വൈകൃതങ്ങൾ വീണ്ടും പ്രകടിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരം ഈ ശിക്ഷ കുറഞ്ഞു പോയത് എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ, അതോ കൃത്യമായ തെളിവുകൾ, ഈ പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകളോ, അതല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമോ കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതെ പോയതാണോ ശിക്ഷ ഇത്രയും കുറഞ്ഞു പോകാൻ കാരണം?
അത് തന്നെയാണ് ടോമെ. ഇതിൽ പരിമിതികൾ ഏറെയുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാ കേസുകളും അങ്ങനെ പറയാൻ പറ്റില്ല. ഓർമ്മയുണ്ടാകും ടോമെ, നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണ് പടന്നക്കാട് പെൺകുട്ടിയെ, ഉറങ്ങിക്കിടുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. അതിൽ ഇരട്ട ജീവപര്യന്തമാണ് കൊടക് സ്വദേശിയായ സലീമിനെതിരെ കോടതി വിധിച്ചത്. അതും ഹോസ്ദുർഗ് കോടതി തന്നെയാണ് അത്തരത്തിലൊരു ശിക്ഷ വിധിച്ചത്. അയാൾക്കെതിരെ മറ്റ് കേസുകളും ഇതുപോലെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുണ്ട്. 10 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ചുമന്നു കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി 500 മീറ്ററോളം ദൂരത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പിന്നീട് സ്വർണ്ണ കമ്മലൊക്കെ മോഷ്ടിച്ചത് അത് നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം കേസുകളിൽ ഇരട്ട ജീവപര്യന്തം വരെ ശിക്ഷിക്കുന്ന സാഹചര്യം ഏതായാലും കോടതികളിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട കേസുകളിൽ അത്തരം തെളിവുകളും സാക്ഷികളുമുള്ള കേസുകളിൽ കോടതികൾക്ക് അത്തരം ശിക്ഷ വിധിക്കാൻ കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ 2 സംഭവങ്ങൾ തന്നെ പരിശോധനയിൽ 2ലും 10 വർഷത്തിന് താഴെയാണ് ശിക്ഷ എന്നത് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. ഇതിൽ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് അന്വേഷണം നടത്തിയ ഒരു കേസാണ്. അതിലാണ് ഈ 7 വർഷവും 5 വർഷവും ശിക്ഷ ഈ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതേസമയം ഇത്തരം വലിയ സാക്ഷികളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുള്ള കേസുകളിൽ ഇരട്ട ജീവപര്യന്തം നമ്മൾ പല കേസുകളിലും വലിയ ശിക്ഷ നൽകുന്നത് കണ്ടിട്ടുണ്ട്. മരണം വരെ കോടതി തടവ് ശിക്ഷ നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരം കേസുകളും ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ 1.5 വർഷം അതല്ലെങ്കിൽ ഏറിപ്പോയാൽ 2 വർഷത്തിനകം തന്നെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്നത്. അത് കാരണം കുഞ്ഞുങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ മെസ്സേജ് കോടതികളിൽ നിന്നും വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അതോടൊപ്പം ഇവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വെറുതെ വിടുന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല പോക്സോ കേസിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന കേസുകളുമുണ്ട്. അത്തരം കേസുകളെല്ലാം കോടതി വളരെ കൃത്യമായി പരിശോധന നടത്തി അതിന്റെ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്നു എന്നതാണ്. നമുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാസർഗോഡ് തന്നെ പോക്സോ കേസിൽ നിരപരാധിയായ ഒരു അധ്യാപകനെ വെറുതെ വിട്ട ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8ഉം 10ഉം 11 വയസ്സുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതികളുണ്ട്. ഇതിൽ പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച് വെറും ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കേസുകൾ മുന്നോട്ട് പോകുന്നത്. അത്തരം കേസുകളിൽ 10 വർഷത്തിന് താഴെയും അല്ലെങ്കിൽ 5 വർഷത്തിനിടയിലുമൊക്കെ ശിക്ഷ വരുന്നു. ഏതായാലും വളരെ വേഗം തന്നെ കോടതി ശിക്ഷ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ആശ്വാസകരം. ഇത്തരം കേസുകളിലെല്ലാം ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം അന്തിമ വിധി വരാനിരിക്കുകയാണ്. വിചാരണ നടപടികളെല്ലാം പൂർത്തിയായ 3ഓ 4ഓ കേസുകളുണ്ട്. ഏതായാലും ഇങ്ങനെ ശിക്ഷ വരുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം കുറയുന്നുണ്ട് എന്നാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാരണം കോടതി ഇതിൽ ശിക്ഷ ഉറപ്പാക്കുന്നത് അതൊരു മെസ്സേജ് കൃത്യമായി നൽകുന്നുണ്ട്. എത്ര കുറ്റവാളി എത്ര രഹസ്യമായി ചെയ്തു കഴിഞ്ഞാലും അതിൽ തെളിവുകൾ കണ്ടെത്തി ഇങ്ങനെ ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. കോടതികളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും പോക്സോ കോടതികൾ അതിവേഗത്തിൽ തന്നെ ഇത്തരം കേസുകളിൽ ശിക്ഷ വിധിക്കുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ പ്രതിക്ക് ശിക്ഷ കുറയുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക ചൂഷണം നടത്തുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.